PSC അറിവിൻ്റെ ഓഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കൊല്ലം ജില്ല രണ്ടാമത്തെ ക്ലാസ്സാണ്. കൊല്ലം ജില്ലയെക്കുറിച്ച് ആദ്യത്തെ ഒരു ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബാക്കി അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് മത്സര പരീക്ഷയിൽ കൊല്ലം ജില്ലയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തുടർ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ബാക്കി ജില്ലകൾ നമ്മൾ ഇതേ രീതിയിൽ തന്നെ പഠിച്ചെടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. മാർത്താണ്ഡവർമ്മ കൊല്ലം പിടിച്ചെടുത്ത വർഷം. മാർത്താണ്ഡവർമ്മ കൊല്ലം പിടിച്ചെടുത്തത് 1746 ഏത് വ്യവസായത്തിന് പ്രസിദ്ധമാണ് കൊല്ലം? നമുക്കെല്ലാവർക്കും അറിയാം, അതെന്താ? കശുവണ്ടി വ്യവസായമാണ്. എങ്കിൽ കശുവണ്ടി കൃഷി കൂടുതലുള്ളത് കണ്ണൂരിലാണ് അല്ലേ? കശുവണ്ടി കൃഷി കൂടുതൽ കണ്ണൂരിലാണ്. കശുവണ്ടി ഫാക്ടറികൾ കൂടുതൽ കൊല്ലത്താണ്. കൊല്ലം ജില്ല നിലവിൽ വന്ന വർഷവും ദിവസവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 1949 ജൂലൈ 1 തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് നിർമ്മിക്കപ്പെട്ട വർഷം. തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് നിർമ്മിച്ച വർഷം ഏതാ? തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് 1902 തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത് 1902 കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം. കൊല്ലത്തെ കൊല്ലം ചെങ്കോട്ട, പുനലൂര് ചെങ്കോട്ട, അങ്ങനെ പറഞ്ഞാലും ഏതാ? ആര്യങ്കാവ് ചുരമാണ്. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം, പുനലൂര് ചെങ്കോട്ട. ഇനി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഏതാണ്? ഓച്ചിറ കളിയും 12 വിളക്കും. ആശ്രാമം പിക്നിക് വില്ലേജ് ഏത് കായലിന് സമീപമാണ്? നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ് ഏത്? കേരളത്തിൽ ഏറ്റവും ആഴം കൂടിയ കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലിന് തീരത്താണ് ആശ്രാമം പിക്നിക് വില്ലേജ്. അഷ്ടമുടി കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപായ ഗ്രാമപഞ്ചായത്ത് ഏതാ? അഷ്ടമുടി കായലിൽ സ്ഥിതി ചെയ്യുന്നൊരു ദ്വീപായ ഗ്രാമപഞ്ചായത്തുണ്ട്. അതാണ് ചവറ തെക്കും ഭാഗം. അഷ്ടമുടി കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപായ ഗ്രാമപഞ്ചായത്താണ് ചവറ തെക്കും ഭാഗം. ഇനി ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ജില്ലയിലെ കൊല്ലം ജില്ലയിലെ പ്രധാന വ്യക്തികൾ. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി R. ശങ്കർ, കൊല്ലം ജില്ലക്കാരനാണ്. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആര്? കൊട്ടാരക്കര തമ്പുരാൻ. അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണ്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? അത് നിങ്ങൾ പറഞ്ഞേ. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയതേ ആർക്കാ? ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ശൂരനാട് കുഞ്ഞൻ പിള്ള. അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണ്. ഇനി കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അയോഗ്യത കൽപ്പിക്കപ്പെട്ട ആദ്യത്തെ കേരള നിയമസഭാംഗമാണ് R. ബാലകൃഷ്ണ പിള്ള എന്ന് പറഞ്ഞു. അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണ്. കടക്കൽ ഫ്രാങ്കോ. എന്താ കടക്കൽ ഫ്രാങ്കോ? 1939 നടന്ന കടക്കൽ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? ഫ്രാങ്കോ രാഘവൻ പിള്ള. അപ്പോൾ ആ വർഷം അവിടെ ഓർത്തെ, 1939 കടക്കൽ പ്രക്ഷോഭം നടക്കുന്നത്. കടക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1939. നേതൃത്വം കൊടുത്തത് ഫ്രാങ്കോ രാഘവൻ പിള്ള. അപ്പോൾ കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ടത് രാഘവൻ പിള്ളയാണ്. സുജനാനന്ദിനി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ. നമുക്കറിയാം, സുജനാനന്ദിനി എന്ന പ്രസിദ്ധീകരണം പറവൂരിൽ നിന്ന് ആരംഭിച്ചത് ആരാണ് എന്ന് പ്രീവിയസ് ക്വസ്റ്റ്യനുണ്ട്. സുജനാനന്ദിനി കേശവനാശാനാണ് പറവൂരിൽ നിന്ന്
ആരംഭിക്കുന്നത്. സുജനാനന്ദിനി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപക പത്രാധിപര് പറവൂർ കേശവനാശാനാണ്. കേശവീയത്തിൻ്റെ പ്രത്യേകത എന്താ? കേശവീയത്തിൻ്റെ പ്രത്യേകത എന്താണ്? മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യമാണ് കേശവീയം. ആരാ രചിച്ചേ? കൊല്ലം ജില്ലക്കാരനായ KC കേശവപിള്ളയാണ്. അപ്പം മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യം PSCയുടെ പ്രീവിയസ് ആണ്. ഏതാ? കേശവീയം. ഇത് രചിച്ചത് കൊല്ലം ജില്ലക്കാരനായ KC കേശവപിള്ളയാണ്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ മലയാളി ആരാണ്? ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ മലയാളി ആരാ? CM സ്റ്റീഫനാണ്. അദ്ദേഹം കൊല്ലംകാരനാണ്. CM സ്റ്റീഫൻ. ജ്ഞാനപീഠം നേടിയ രണ്ടാമത്തെ മലയാള കവി. ജ്ഞാനപീഠം നേടിയ രണ്ടാമത്തെ മലയാള കവി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും? ഒന്ന് ആലോചിച്ചേ. ജ്ഞാനപീഠം നേടിയ രണ്ടാമത്തെ മലയാള കവി. ഒന്ന് G ശങ്കരക്കുറുപ്പാണ് കവി, അല്ലേ? 1965. കവിക്ക് പിന്നെ കിട്ടുന്ന ഏത് വർഷമാണ്? അത് 2007. ആർക്ക്? ONV കുറുപ്പിന്. 2010 ഉപഹാരം കിട്ടുന്നത്. 2007 പ്രഖ്യാപനം. കേട്ടോ? അപ്പം ജ്ഞാനപീഠം നേടിയ രണ്ടാമത്തെ മലയാള കവിയാണ് ആര്? അത് ONV കുറുപ്പാണ്. ഇനി കേരള കൗമുദിയുടെ സ്ഥാപകൻ ആരാണ്? 1911 കേരള കൗമുദി കൊല്ലത്തെ മയ്യനാട്ട് നിന്ന് CV കുഞ്ഞിരാമൻ സ്ഥാപിച്ചു. അപ്പോൾ ഈ CV കുഞ്ഞിരാമൻ എവിടെ? കൊല്ലംകാരനാണ്. ഇനി അതുപോലെ തന്നെ പിറവി എന്ന ചിത്രം സംവിധാനം ചെയ്ത ഷാജി N കരുൺ കൊല്ലംകാരനാണ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയത് 1977 അഗ്നിസാക്ഷി എന്ന കൃതിക്ക് ആദ്യത്തെ വയലാർ അവാർഡ് നേടിയത് ആരായിരുന്നു? ലളിതാംബിക അന്തർജനം. കൊല്ലംകാരിയാണ് ലളിതാംബിക അന്തർജനം. അതുപോലെ തന്നെ രാജീവ് അഞ്ചൽ ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള ചിത്രമാണ് ഗുരു. അത് സംവിധാനം ചെയ്തത് രാജീവ് അഞ്ചലാണ്. രാജീവ് അഞ്ചൽ കൊല്ലംകാരനാണ്. ബാലചന്ദ്ര മേനോൻ കൊല്ലംകാരൻ. സുരേഷ് ഗോപി കൊല്ലംകാരനാണ്. മുരളി കൊല്ലംകാരനാണ്. G ദേവരാജൻ അവരൊക്കെ കൊല്ലംകാരാണെന്ന് ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട പോയിന്റ്സ് ആദ്യത്തെ ഒന്ന് നോക്കിയേക്കണം. ഇനി നമുക്ക് നോക്കാം ഇവിടുത്തെ പ്രധാന സ്ഥലങ്ങൾ. രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിൻ്റെ ഈറ്റില്ലം. രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാൻ. അതാണ് പിന്നീട് കഥകളിയാകുന്നത്, അല്ലേ? അപ്പോൾ രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിൻ്റെ ഈറ്റില്ലമാണ് കൊട്ടാരക്കര. രാമനാട്ടത്തിൻ്റെ വികസിത രൂപമാണെന്ത്? കഥകളി. ഇനി ദുര്യോധന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ദുര്യോധന ക്ഷേത്രം കൊല്ലം ജില്ലയിലെ മലനടയിലാണ്. എന്ത്? ദുര്യോധന ക്ഷേത്രം. കൊല്ലം ജില്ലയിലെ ദുര്യോധന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മലനട. ചട്ടമ്പി സ്വാമിയുടെ സമാധി കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പന്മന. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയ സ്ഥലം. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയത് നീണ്ടകരയാണ്. ഇളയിടത്ത് സ്വരൂപം കൊട്ടാരക്കര. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? SNDPയുടെ ആസ്ഥാനം കൊല്ലത്താണ്, അല്ലേ? SNDPയുടെ ആസ്ഥാനം കൊല്ലത്താണ്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. തിരുമുല്ലാവാരം ബീച്ച് കൊല്ലത്താണ്. തിരുമുല്ലാവാരം ബീച്ച്. പാലരുവി വെള്ളച്ചാട്ടം 91 മീറ്ററാണ് അതിൻ്റെ ഉയരം. പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലാണ്. പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി ദളവ നടത്തിയ വിളംബരം 1809 ജനുവരി 11, അല്ലേ? കുണ്ടറ വിളംബരം 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. അതെവിടെയാ? കുണ്ടറ.
മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമം കൊല്ലം ജില്ലയിലാണ്, വള്ളിക്കാവ്. കൊല്ലം ജില്ലയിലെ ആംഗ്ലോ ഇന്ത്യൻ സ്മാരകം നിലനിൽക്കുന്ന സ്ഥലമേതാ? കൊല്ലം ജില്ലയിലെ ആംഗ്ലോ ഇന്ത്യൻ സ്മാരകം നിലനിൽക്കുന്ന സ്ഥലം തങ്കശ്ശേരിയാണ്. തങ്കശ്ശേരി കൊല്ലം ജില്ലയിലെ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം നിലനിൽക്കുന്ന സ്ഥലം. സ്മാരകമല്ല, സംസ്കാരമാണ് കേട്ടോ. തങ്കശ്ശേരിയാണ്. നീണ്ടകരയ്ക്കടുത്ത് കാട് വെട്ടിത്തെളിച്ച് തെങ്ങിൻ തോപ്പായി മാറ്റിയ സ്ഥലത്തിന് ദളവാപുരം എന്ന പേര് നൽകിയത്? ദളവാപുരം എന്ന പേര് നൽകിയത് ആരുടെ സ്മരണയ്ക്കായിട്ടാ? നീണ്ടകരയ്ക്കടുത്ത് കാട് വെട്ടിത്തെളിച്ച് തെങ്ങിൻ തോപ്പാക്കി മാറ്റിയ സ്ഥലത്തിന് ദളവാപുരം എന്ന പേര് നൽകിയത് ആരുടെ സ്മരണയ്ക്കായിട്ടാണ്? അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയുടെ സ്മരണ. തിരുവിതാംകൂർ ദളവയായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയുടെ സ്മരണയ്ക്കായിട്ടാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം ഇമ്പോർട്ടൻ്റ് ആണ്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം കൊല്ലം ജില്ലയിലാണ്. കൊല്ലവർഷം ആരംഭിച്ചത്, പ്രധാന സംഭവങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം ആരംഭിച്ചത് AD 825. രാജശേഖരവർമ്മൻ്റെ കാലത്താണ് കൊല്ലവർഷം ആരംഭിക്കുന്നത്, AD 825. മാർക്കോ പോളോ എന്ന ഇറ്റാലിയൻ സഞ്ചാരിയുടെ കൊല്ലം സന്ദർശനം ഏതു വർഷം? മാർക്കോ പോളോ എന്ന ഇറ്റാലിയൻ സഞ്ചാരിയുടെ കൊല്ലം സന്ദർശനം 1293. മാർക്കോ പോളോ എന്ന ഇറ്റാലിയൻ സഞ്ചാരിയുടെ കൊല്ലം സന്ദർശനം 1293. കൊല്ലത്ത് തങ്കശ്ശേരിയിൽ പോർച്ചുഗീസുകാർ ട്രേഡിംഗ് പോസ്റ്റ് സ്ഥാപിച്ച വർഷം? മാർക്കോ പോളോ എന്ന ഇറ്റാലിയൻ സഞ്ചാരി കൊല്ലം സന്ദർശിച്ചതെന്നാണ് 1293. കൊല്ലത്ത് തങ്കശ്ശേരിയിൽ പോർച്ചുഗീസുകാർ ട്രേഡിംഗ് പോസ്റ്റ് സ്ഥാപിച്ച വർഷം 1502. കൊല്ലം ഡച്ചുകാരുടെ അധീനതയിലായ വർഷം? കൊല്ലം ഡച്ചുകാരുടെ അധീനതയിലായത് 1661. 1661 അന്നല്ലേ നമ്മുടെ ആ സെൻറ് തോമസ് കോട്ട പിടിച്ചെടുത്തല്ലേ? അല്ലേ? ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നത്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച് നമ്മൾ പറഞ്ഞ 1809 ജനുവരി 11. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ശൂരനാട് കലാപം നടന്ന വർഷം? ശൂരനാട് കലാപം കൊല്ലം ജില്ല വന്ന അതേ വർഷം തന്നെയാണ്. 1949 ശൂരനാട് കലാപം നടക്കുന്നത്. കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് റെയിൽ പാതയിലൂടെ ആദ്യമായി ചരക്ക് വണ്ടി ഓടിയത് 1902 യാത്രാവണ്ടി ഓടിയത് 1904 കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് റെയിൽ പാതയിലൂടെ തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ട്രെയിൻ വരുന്നത് അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് പാതയിലൂടെ ആദ്യമായി ചരക്ക് വണ്ടി ഓടിയത് 1902 യാത്രാ തീവണ്ടി ഓടിയത് 1904 ഓക്കെ, ആ പോയിൻ്റ് അവിടെ ഓർത്തിരിക്കുക. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ സമയത്ത് മദ്രാസ് സ്റ്റേറ്റിലെ തിരുനെൽവേലി ജില്ലയോട് ചേർക്കപ്പെട്ട കൊല്ലം ജില്ലയിലെ താലൂക്കാണ് ചെങ്കോട്ട. കൊല്ലം ജില്ലയിലെ താലൂക്കാണ് ചെങ്കോട്ട. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ സമയത്ത് മദ്രാസ് സ്റ്റേറ്റിലെ തിരുനെൽവേലി ജില്ലയോട് ചേർക്കപ്പെട്ട കൊല്ലം ജില്ലയിലെ താലൂക്ക് ഏതാണ്? അത് ചെങ്കോട്ടയാണ്. ഇനി ഇവിടുത്തെ പ്രധാന സ്ഥാപനങ്ങൾ നോക്കാം നമുക്ക്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ആസ്ഥാനം കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എവിടെയാണ്? റൂറൽ ഡെവലപ്മെൻറ്റ് PSCയുടെ പ്രീവിയസ് ആണിത് കേട്ടോ. കൊട്ടാരക്കരയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റോ? കേരള
സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് കൊട്ടാരക്കര, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് അതെവിടെയാണ്? അത് ഹൈദരാബാദാണ്. കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ്? കേരള സെറാമിക്സ് ലിമിറ്റഡ് കുണ്ടറ. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എവിടെ? ചവറ. ഇന്ത്യൻ റയർ എർത്ത് എവിടെയാണ്? അതായത് കേന്ദ്ര അണുശക്തി കമ്മീഷൻ്റെ മേൽനോട്ടത്തിൽ കേരളത്തിലുള്ള സ്ഥാപനമാണെന്ത്? ഇന്ത്യൻ റയർ എർത്ത് ചവറയിലാണ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊല്ലമാണ്. കേരള പ്രിമോ പൈപ്പ് ഫാക്ടറി ചവറയാണ്. കേരള പ്രിമോ പൈപ്പ് ഫാക്ടറി ചവറ. തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടെക്നോ പാർക്ക് ചവറയിലാണ്. ടൈറ്റാനിയം സ്പോഞ്ച് അയൺ സ്ഥാപിച്ചിരിക്കുന്നത് ചവറയിലാണ്. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നീണ്ടകരയിലും തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലും ഉണ്ട് കേട്ടോ. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നീണ്ടകര, പിന്നെ തൃശ്ശൂരിൽ കൊടുങ്ങല്ലൂരിലും ഉണ്ട്. തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂർ. കേരളത്തിലെ എരുമ പ്രജനന കേന്ദ്രം. കേരളത്തിലെ എരുമ പ്രജനന കേന്ദ്രം കൊല്ലം ജില്ലയിലെ കുര്യോട്ട് മലയിലാണ്. കൊല്ലം ജില്ലയിലെ കുര്യോട്ട് മലയിലാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്ര പദം. കൊല്ലത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന 6-ാം ശതകത്തിലെ ഗ്രീക്ക് വിദേശ സഞ്ചാരിയാണ് കോസ്മോസ് ഇൻഡിക്കോ പ്ലൂസ്റ്റസ്. കൊല്ലത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 6-ാം ശതകത്തിലെ ഗ്രീക്ക് വിദേശ സഞ്ചാരിയാണ് കോസ്മോസ് ഇൻഡിക്കോ പ്ലൂസ്റ്റസ്. കല്ലടയാറ് അഷ്ടമുടിക്കായലിൽ പതിക്കുന്നിടത്താണ് മൺട്രോ തുരുത്ത്. കല്ലടയാറ് അഷ്ടമുടിക്കായലിൽ പതിക്കുന്നിടത്താണ് മൺട്രോ തുരുത്ത്. മൺട്രോ തുരുത്തിന് ആ പേര് നൽകിയത് കേണൽ മൺട്രോയുടെ സ്മരണാർത്ഥമാണ്. തിരുവിതാംകൂർ റെസിഡന്റ് ദിവാൻ പദവികൾ വഹിച്ച ബ്രിട്ടീഷുകാരനാണ് ആര്? മൺട്രോ. ബ്രിട്ടീഷ് ഭരണകാലത്ത് തങ്കശ്ശേരി എന്ന പ്രദേശം ബ്രിട്ടീഷ് ഇന്ത്യയുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻ സെറ്റിൽമെൻ്റായ തങ്കശ്ശേരി തിരുനെൽവേലി ജില്ലയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒക്കെ നമ്മൾ പറഞ്ഞില്ല തങ്കശ്ശേരി എന്ന്. അതുതന്നെ. കായംകുളം രാജാവിൻ്റെ സൈനിക കേന്ദ്രമായിരുന്ന സ്ഥലം. കായംകുളം രാജാവിൻ്റെ സൈനിക കേന്ദ്രമായിരുന്ന സ്ഥലം ഏതാ? കായംകുളം രാജാവിൻ്റെ സൈനിക കേന്ദ്രമായിരുന്ന സ്ഥലം കരുനാഗപ്പള്ളി. പുനരൂർ തൂക്കുപാലം നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ചീഫ് എഞ്ചിനീയർ വില്യം ബാർട്ടൺ അല്ലേ. കല്ലടയാറിന് കുറുകെയാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഇളമ്പള്ളൂർ ഭഗവതി ക്ഷേത്ര നടയിലാണ് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം വായിച്ചത്. ഏത് ക്ഷേത്രത്തിൻ്റെ നടയിലാണ് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം വായിച്ചത്? അത് എവിടാ? അത് ഇളമ്പള്ളൂർ ഭഗവതി ക്ഷേത്ര നടയിലാണ്. അത്ര ഓർത്തിരിക്കുക. ഇനി ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന ആഘോഷമാണ് ഓച്ചിറക്കളി. അരങ്ങേറുന്നത് പടനിലം എന്ന സ്ഥലത്താണ്. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൊല്ലം പൂരം എല്ലാ വർഷവും ഏപ്രിലാണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. കൊല്ലത്തിന് സമീപമുള്ള കായലാണ് നമുക്കറിയാം അഷ്ടമുടി കായലാണ് അല്ലേ. അഷ്ടമുടി കായൽ. ഇതിനകത്ത് വന്നു ചേരുന്ന പ്രധാനപ്പെട്ട നദിയാണ് കല്ലടയാറ്. നമ്മൾ പറഞ്ഞ കല്ലടയാറ് വന്ന് പതിക്കുന്നിടത്താണ് മൺട്രോ തുരുത്തെന്ന് പറഞ്ഞല്ലോ. ഇനി ഈ കല്ലടയാറെന്ന് പറയുന്നത് കുളത്തൂപ്പുഴ, ചെന്തുരുണിപ്പുഴ, കൽത്തുരുത്തിപ്പുഴ എന്തൊക്കെയാണ്? കുളത്തൂപ്പുഴ, ചെന്തുരുണിപ്പുഴ, കൽത്തുരുത്തിപ്പുഴ എന്നീ 3 പ്രവാഹങ്ങൾ ചേർന്നാണ് കല്ലടയാറ് രൂപം കൊള്ളുന്നത്. അഷ്ടമുടിക്കായലിൻ്റെ 8 ശാഖകളാണ് ആശ്രാമം, കുരീപ്പുഴ, കല്ലട, മഞ്ഞപ്പാടം, മുക്കാടൻ, പെരുമൺ, കണ്ടൻചിറ, കാഞ്ഞിരോട്ട് എന്നിവ. ഒന്നുകൂടെ ഞാൻ പറയാം. അഷ്ടമുടിക്കായലിൻ്റെ 8 ശാഖകളാണ് ആശ്രാമം,
കുരീപ്പുഴ, കല്ലട, മഞ്ഞപ്പാടം, മുക്കാടൻ, പെരുമണ്ണ്, കണ്ടച്ചിറ, കാഞ്ഞിരോട്ട്. സേതുലക്ഷ്മി പാലം എന്നറിയപ്പെടുന്നത് ഏത് പാലമാണ്? സേതുലക്ഷ്മി പാലം എന്നറിയപ്പെടുന്നത് നീണ്ടകര പാലമാണ്. കേരളത്തിലെ ഏക ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 3. പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരം. ചമയവിളക്ക് ഉത്സവം നടക്കുന്നത് കൊറ്റംകുളങ്ങര ഭഗവതി ക്ഷേത്രം ചവറ. ചമയവിളക്ക് ഉത്സവം നടക്കുന്ന ക്ഷേത്രം കൊറ്റംകുളങ്ങര ഭഗവതി ക്ഷേത്രം ചവറ. പുരുഷന്മാർ മതഭേദമന്യേ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കൽ എന്ന ചടങ്ങ് പങ്കെടുക്കുന്നതിനാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. പുരുഷന്മാർ മതഭേദമന്യേ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കൽ എന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നു. അതാണ് ചമയവിളക്ക്. ഓർത്ത് വെച്ചേരാ കേട്ടോ. ചമയവിളക്കുത്സവം നടക്കുന്ന ക്ഷേത്രം എവിടെയാണ്? കൊറ്റംകുളങ്ങര ഭഗവതി ക്ഷേത്രം ചവറ. ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിക്കപ്പെട്ട 13 കണ്ണറ പാലം കൊല്ലം ജില്ലയിലാണ്. ഇതിലൂടെയാണ് കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ കടന്നു പോകുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട 13 കണ്ണറപ്പാലം കൊല്ലം ജില്ലയിലാണ്. സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ജടായു എന്ന പക്ഷി രാവണന്റെ വെട്ടേറ്റ് നിലം പതിച്ച സ്ഥലമാണ് ജടായു പാറ എന്നാണ് വിശ്വാസം. ചടയമംഗലം. നമുക്കറിയാം ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാറി അല്ലേ. ഓക്കെ. ഇനി തെന്മല ഇക്കോ ടൂറിസം. പ്രധാനപ്പെട്ട അപൂർവമായ വസ്തുതകളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിനുള്ളിലാണ്. ഇനി കുഴപ്പിക്കുന്ന വസ്തുതകൾ നോക്കാം. കുഴപ്പിക്കുന്ന വസ്തുതകൾ. മലബാറിൽ, അതായത് ഓരോ ജില്ലകളുമായിട്ട് കുറേ കാര്യങ്ങൾ വരത്തില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. മലബാറിൽ കൊല്ലം എന്ന പേരിലുണ്ടായിരുന്ന പട്ടണമാണ് പന്തലായനി കൊല്ലം എന്ന് അറിയപ്പെടുന്നത്. മലബാറിൽ കൊല്ലം എന്ന പേരിലുണ്ടായിരുന്ന പട്ടണമാണ് പന്തലായനി കൊല്ലം എന്ന് അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂറിലെ കൊല്ലത്തെ കൂരക്കേണി കൊല്ലം എന്നാണ് വിളിച്ചിരുന്നത്. മലബാറിലൊരു കൊല്ലം ഉണ്ടായിരുന്നു, പന്തലായനി. തിരുവിതാംകൂറിലെ കൊല്ലമാണ് കൂരക്കേണി. അത് ഓർത്തിരിക്കുക. ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. അതൊക്കെ ഇപ്പം മാറിക്കാണുമല്ലോ. അതിൻ്റെ ദേശീയപാത 744 കൊല്ലം തിരുമംഗലമാണ്. അത് ഞാൻ നോക്കിയിട്ട് പറയാവേ. കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ നീണ്ടകരയാണ്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി. കൊല്ലത്തെയും തിരുനെൽവേലിയെയും ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നു. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും പാലക്കാട് ചുരമാണ്. പ്രസിദ്ധമായ ചീനക്കൊട്ടാരം കൊല്ലത്താണ്. ചീനവലയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം എന്ന് ചോദിച്ചാൽ അത് കൊച്ചിയാണ്. ചീനക്കൊട്ടാരം കൊല്ലത്താണ്. ചീനവലയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം ചോദിച്ചാൽ അത് കൊച്ചിയാണ്. രാമനാട്ടം ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. മാനവേദൻ എന്ന സാമൂതിരി രാജാവാണ് കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ്. കൊല്ലത്ത് 2 പോലീസ് ജില്ലകളാണ്. സിറ്റി പോലീസിൻ്റെ ആസ്ഥാനം കൊല്ലവും റൂറൽ പോലീസ് ജില്ലയുടെ ആസ്ഥാനം കൊട്ടാരക്കരയുമാണ്. SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും ആസ്ഥാനം കൊല്ലത്താണ്. ശ്രീനാരായണ ധർമ്മ സംഘത്തിൻ്റെയും ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലെ ശിവഗിരി മഠമാണ്. SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും ആസ്ഥാനം കൊല്ലമാണ്. ശ്രീനാരായണ ധർമ്മ സംഘത്തിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലെ ശിവഗിരി മഠമാണ്. അപ്പോൾ ഇത്രയും കാര്യം എന്തായാലും നമ്മൾ കൊല്ലത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. ആദ്യത്തെ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേൾക്കുക. അതിനകത്ത് കുറേ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.